പ്രവചനാതീതവും സങ്കീർണവുമായ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ സിനിമയിൽ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു താരമാണ് ഇന്നത്തെ നേരെ ചൊവ്വയിലെ അതിഥി. വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതിലും തീക്ഷ്ണവും സങ്കീർണവുമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഒരു നടി, മലയാള സിനിമയുടെ മുറ്റത്തെ മുല്ല മീര ജാസ്മിൻ. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണല്ലോ പറയുക. മീര ജാസ്മിൻ്റെ മുഖത്ത് പലപ്പോഴും ഒരു വിഷാദഭാവം കണ്ടിട്ടുണ്ട്. ദുഃഖ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഒരു മിടുക്കം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദുഃഖം ഈ സ്ഥായി ഭാവമായി മാറിയത്? കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥായി ഭാവം എപ്പോഴും ഒരു മെലങ്കളിക് ഫേസ് ആണ്, സാഡായിട്ടിരിക്കുമെന്ന്. മേ ബി എൻ്റെ പറയില്ലേ, നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. മേ ബി കുറച്ച് സാഡ്നെസ് ഉള്ളിൽ, അതായത് സങ്കടം ഉള്ളിലുണ്ടായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ല, കുറച്ച് എപ്പോഴും ഒരു ഭാവമുണ്ട്. എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ജീവിതാനുഭവങ്ങൾ കൊണ്ടാവണം എന്നില്ല, എങ്കിലും ഏറ്റവും സന്തോഷം തോന്നിയ മുഹൂർത്തങ്ങളിൽ ചില ദുഃഖങ്ങളും മീരയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ആവോ ഈ ഒരു പ്രതിരോധം? ബിക്കോസ് ഒരു കാര്യം അറിയാം, ലൈഫ് എന്ന് വെച്ചാൽ ഇന്ന് സന്തോഷിക്കുകയാണെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നമ്മൾ സങ്കടപ്പെടും, നാളെ സങ്കടപ്പെടുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വന്നു പോയി ഉള്ള ഒരു ഇതാണെന്ന്, ബാലൻസ്ഡ് ആണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. മേ ബി ആ ഒരു ഫാക്ട് എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഓവർ എക്സൈറ്റഡ് ആവാൻ പറ്റാത്തത്. ഞാൻ എൻ്റെതായിട്ടുള്ള നിഗമനങ്ങളിൽ ഒന്നും എത്തുന്നില്ല. മീരയുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മീരയ്ക്ക് തന്നെ ഒന്ന് വിശദീകരിക്കാവും? ഞാൻ വളരെ ഇമോഷണൽ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ, എനിക്ക് സങ്കടം, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടൊന്നും ഇമോഷണൽ ആവുമല്ല. എപ്പോഴും എന്തെങ്കിലും, ചിലർ പറയും മീര പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എൻ്റെ തോട്ട്സ് വേറെ എവിടെയോ പോവും, ഞാൻ ചില വേറെ ഏതിലും ചിന്തിക്കും. അപ്പം എന്നെ അങ്ങനെ കട്ട് ചെയ്യും ചിലവരും. ഇവിടെ ചിന്തിക്കുന്നത് മീര ഒത്തിരി ഓവറായിട്ട് ചിന്തിക്കുന്നു, എന്തിനങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ അല്ല, മേ ബി എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ ആയിരിക്കും. ഇപ്പം ഇരുന്ന് സംസാരിക്കുന്നിടയ്ക്ക് ഞാൻ വേറെ തോട്ട്സിലോട്ട് പോകും. മേ ബി അതായിരിക്കാം, കൂടുതൽ ചിന്തിക്കുമായിരിക്കാം. ഈ സെൻസിറ്റീവ് ആണ് എന്നത് മാത്രമാണോ? ആദ്യകാലത്ത് ഒരു ചടങ്ങിൽ വെച്ച് പൊട്ടിക്കരയുക പോലും മീര ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഒരു പക്വത കുറവ് കൊണ്ടായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും, മുമ്പ് പറഞ്ഞതുപോലെ ഈ ശ്രദ്ധ നിൽക്കാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് എന്താ അരവട്ടാണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ അന്ന് കരഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇന്ന് കരയേണ്ട ഒരു അവസ്ഥ തന്നെ ഇന്ന് ഞാൻ ചിലപ്പോൾ കരയും. എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കരയണമെന്ന് തോന്നി ഞാൻ കരയും, ചിരിക്കണമെന്ന് തോന്നി ഞാൻ ചിരിക്കും. പറഞ്ഞില്ലേ, ഒരു 5 years അല്ലെ കുറെ നാളത്തെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തത്. ഓക്കെ, മെച്യൂർഡ് ആയിട്ടുണ്ട്. ഒരു 5 വർഷത്തിൽ ഞാൻ ഡെഫിനറ്റ്ലി ആസ് എ പേഴ്സൺ ഒത്തിരി മെച്യൂർഡ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ലൈഫ് എന്നാണ് ആ 5 years നമ്മൾ പഠിക്കുമല്ലോ, എനി പേഴ്സൺ. പക്ഷെ കരയുന്നതോ അല്ലെങ്കിൽ ചിരിക്കുന്നതോ നമ്മുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കുന്നതിനോ ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചില ആളുകളെ മനസ്സിലാക്കുന്നതൊക്കെ പഴയതിലും ഇപ്പോ കുറച്ചുകൂടെ വേഗം നമ്മൾ മനസ്സിലാക്കും. കുറച്ചുകൂടെ പക്വത വന്നിട്ടുണ്ടെങ്കിലും അന്ന് അങ്ങനെ ചെയ്തത് തെറ്റായി പോയെന്നൊന്നും നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ മനസ്സ് തോന്നി അപ്പൊ ചെയ്യുന്നു. എനിക്കൊരു വിശ്വാസമുണ്ട്, എന്ത് നമ്മുടെ മനസ്സ് പറയുന്നു അത് ചെയ്യും. തിങ്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു ആക്ഷൻ ചില സമയത്ത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. റിയൽ ആയിട്ട് ചില ഇൻസിഡൻസ് നടക്കുമ്പോൾ നമുക്കവിടെ ചിന്തിക്കാനോ ഞാൻ അത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ചില ഒക്കേഷൻസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. ആളുകളെ കൂടുതൽ എളുപ്പത്തിൽ ഇപ്പോൾ മനസ്സിലാവുന്നു എന്ന് മീര പറഞ്ഞു. ഈ ആളുകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ആളുകളിലെ നന്മയും തിന്മയും തിരിച്ചറിയുക എന്നുള്ളതാണോ, അതോ ജെന്യൂൻ അല്ലാത്ത ആളുകളെ പെട്ടെന്ന് മനസ്സിലാവുന്നു എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ജെന്യൂൻ അല്ലാത്ത ആളെ കുറച്ച് വേഗം മനസ്സിലാക്കുന്നുണ്ട്. പണ്ട് ഞാൻ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഓക്കെ, നമ്മൾ അങ്ങനെയാണ്, നമ്മളെ മേലെ ഭയങ്കര സ്നേഹം കാണിക്കും, നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കും, ബാക്കിൽ പോയിട്ട് നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കും. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഓക്കെ, എല്ലാവരും നമ്മുടെ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരും നമുക്ക് ഫേവറബിൾ ആവണമെന്നില്ല. നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അറിയണമെന്ന് മാത്രം. നമ്മുടെ മുന്നിൽ ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തി ഇത്ര നല്ല ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും മീര തിരഞ്ഞെടുക്കുന്നു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ സിനിമയിലോ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ പോലും നിങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെയാണോ, തിരഞ്ഞെടുക്കുന്നതാണോ? തീർച്ചയായിട്ടും. എനിക്ക് പൊതുവെ ഫ്രണ്ട്സ് വളരെ കുറവാണ് ഇൻഡസ്ട്രിയിൽ. എന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ മോശക്കാരാണെന്നല്ല പറയുന്നത്. മേ ബി ഞാൻ ചില ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ ഒരു ആത്മാർത്ഥത പുലർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏതുതരം റിലേഷൻഷിപ്പ് ആയാലും അതിലൊരു ആത്മാർത്ഥത ഒരു എലമെന്റ് ഉണ്ടെങ്കിലേ
ഞാൻ കംഫർട്ടബിൾ ഉള്ളൂ അതിൽ. പക്ഷേ മീരയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആത്മാർത്ഥതയുടെ പ്രശ്നമായിരിക്കാം. പക്ഷേ അവർ കാണുന്നത് അങ്ങനെ ആവണമെന്നില്ല. മീരയെ പോലെ ഒരാൾ അവരോട് ഇടപെടാനായിട്ട് മടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വലിയ അഹങ്കാരമായിട്ട് മാറി നിൽക്കുന്നു എന്ന് അവർക്കും കാണുക. അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? നാളെ നമ്മൾ അവര് പ്രതീക്ഷിക്കുന്ന പോലൊക്കെ നമുക്ക് പറ്റാത്ത ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ അഭിനയിച്ച് ലാസ്റ്റിൽ അവർക്ക് വേദനകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതിലും ബെറ്റർ അല്ലേ അവരിൽ നിന്നും കുറച്ച് മാറി നിൽക്കുമ്പോൾ വല്ലപ്പോഴും ഹായ് ഹലോ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ മനസാക്ഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം അതായിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാൾ നമ്മളെ തെറ്റിദ്ധരിക്കും എന്നും പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല. എൻ്റെ മനസ്സ് ശരി എന്ന് പറയാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും പലരും എന്നെ തെറ്റിദ്ധരിച്ചാൽ കൂടി എനിക്ക് അവരോട് ഇഷ്ടം ഉണ്ടായിട്ട് വെറുതെ അടുത്ത് നമ്മളത് അവരുമായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നവരും ബെറ്റർ അവരുമായിട്ട് മാറി നിൽക്കുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് മീര എന്താ ഞങ്ങളോട് മിണ്ടാത്തത്, മീര എന്താ ഞങ്ങളോട്. എനിക്ക് അവരോട് ഇഷ്ടക്കേട് ഉണ്ടായിട്ടില്ല. അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് മിണ്ടാത്തത്. നാളെ മിണ്ടി ഇനി പ്രശ്നം ഉണ്ടാകുന്നതിലും ബെറ്റർ അല്ലേ അവരുമായിട്ട് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്റെ മനസ്സിന് തന്നെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യണം അവർ എന്റെ നല്ലൊരു സുഹൃത്താകുമെന്നുള്ളൊരു നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അങ്ങനെ വളരെ ഒരു 1-2 ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് വൈബ്രേഷൻ അങ്ങനെ നന്നായിട്ട് ശരിക്കും ഫീൽ ചെയ്തിട്ട് നമ്മൾ ഓരോയിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടരുന്നത്. ഓക്കെ, ചില ആളുകളായിട്ട് നമുക്ക് ഡൗട്ട് വരും, ഇവർ നമ്മുടെ നല്ലൊരു സുഹൃത്താവാൻ സാധിക്കില്ല എന്ന് നമുക്ക് തോന്നും. സ്ത്രീയുടെ ശക്തിയും ദൗർബല്യവും മീര അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ മീരയ്ക്ക് തോന്നിയത് എന്താണ്? സ്ത്രീക്ക് ശക്തിയാണോ ദൗർബല്യമാണോ കൂടുതൽ? സ്ത്രീക്ക് ശക്തിയുണ്ട് ദൗർബല്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ത്രീകളുടെ വീക്ക്നെസ് അനുസരിച്ചിട്ട് ഓരോ ആളുകൾ പെരുമാറും. അതിലാണ് അവരെ വീഴ്ത്തിക്കുന്നതും അവർ പെട്ടുപോകുന്ന ചില അവസ്ഥകളിൽ. സോ എപ്പോഴും ഇമോഷണൽ സൈഡിൽ സ്ത്രീകൾ വീഴും. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല. സ്ത്രീകൾ ഇമോഷണലി അവരെ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരങ്ങ് വീണു പോകും. സോ ആ കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ബീങ് എ ഫീമെയിൽ, ഒരു സ്ത്രീ ആയിട്ട് അങ്ങനെ നമ്മൾ വീണു പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. Different people, one home. ManoramaOnline.com, your home